ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വർത്താനം? റാഹത്തല്ലേ? ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ ഫിഖ് പരീക്ഷ കഴിഞ്ഞു. നാളെ നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷ ഏതാണ്? അക്കീദ അല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് അക്കീദ അടിപൊളിയാക്കാം. നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പാഠങ്ങൾ നോക്കാം. ഓരോ ക്വസ്റ്റ്യനും ഉസ്താദ് വെറുതെ ഡിസ്കസ് ചെയ്ത് പോവുകയല്ല ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളതൊക്കെ പഠിച്ച് അടിപൊളിയാക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഇന്ന് ആരൊക്കെ ഉണ്ട് ലൈവ് കാണാൻ? ലൈവിലുള്ള മക്കളൊക്കെ കമൻറ്റ് ചെയ്യൂ. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ജസ്റ്റ് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇൻഷാ അല്ലാ നമ്മൾ തുടങ്ങാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ക്ലാസ് ഇങ്ങനെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി പോയിന്റ്സ് പറയും. ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ എൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി ഞാൻ ചോദിക്കും. അപ്പോൾ ആരാണ് ഈ ഉത്തരം പറയുന്നത് നോക്കട്ടെ. റെഡി അല്ലേ? ഇൻഷാ അല്ലാ നമ്മൾ തുടങ്ങാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പത്തെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ. റെഡി? ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അല്ലേ? നമ്മൾ പഠിച്ചു മുസ്ലിങ്ങളെന്ന് പറഞ്ഞാണ്ട് ഒരുപാട് ആളുകൾ നടക്കും. പക്ഷെ യഥാർത്ഥ മുസ്ലിങ്ങൾ ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലേ? ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗക്കാർ ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് അല്ലേ? നമ്മൾ ആ പാഠത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ടാവും മുസ്ലിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നാമധാരികളായ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് അല്ലേ? അത് മറക്കരുത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലേ? അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം അല്ലേ? ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ. വെരി ഗുഡ്. നോക്കാം. ദുർബലനും നിസ്സഹായനുമാണ് ആര്? നിസ്സഹായൻ എന്ന് പറഞ്ഞാൽ നിസ്സഹായത ഉള്ളവൻ അല്ലേ? സ്വന്തം ചെയ്യാൻ കഴിയാത്തവൻ, ഒരാളെ സഹായത്തിന് വേണ്ട ആള്. ദുർബലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ് ആര്? മനുഷ്യൻ അല്ലേ? മനുഷ്യൻ ഉണ്ടായത് തന്നെ അല്ലേ ഓട്ടോമാറ്റിക് ഉണ്ടായതാണ് അല്ല. അപ്പോൾ മനുഷ്യന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ സൊസൈറ്റി വേണം അല്ലേ? ഒരു കൂട്ടുകാരൻ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഈ ലോകത്തുള്ള നമ്മൾ മാത്രം ഒറ്റക്കാണെങ്കിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നിസ്സഹായനും ദുർബലനുമാണ് ആര്? മനുഷ്യൻ. അത് ഏത് പാഠത്തിലുള്ളത്? ഉസ്താദ് ഇങ്ങനെ കുറേ പോയിന്റുകളൊക്കെ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഇവിടുന്ന് ഉസ്താദ് പറയണേ. ഇതാ നമ്മൾ പറയണത് ദ്വാ എന്നുള്ള പാഠത്തിൽ നിന്നാണ് അല്ലേ? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ വെറും ദുർബലനും നിസ്സഹായനുമാണ് അല്ലേ? മനുഷ്യൻ ദുർബലനും നിസ്സഹായകനുമാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ അടിപൊളിയായിട്ട് അള്ളാഹിനോട് എന്താണ് പ്രാർത്ഥിക്കണം. ഇനി അടുത്ത് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഖുർആൻ നിസ്കരിക്കൽ എങ്ങനെയാണ് പറയുന്നുണ്ടോ? ഇല്ല. ഖുർആൻ നിസ്കരിക്കൽ എങ്ങനെ പറയുന്നില്ല. ഖുർആൻ നിസ്കരിക്കൂ എന്ന് മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ. പിന്നെ നിസ്കരിക്കൽ എങ്ങനെ? ഹദീസ് എന്നാണ് നമുക്ക് കിട്ടി. അപ്പോൾ ഹദീസിൻ്റെ മറ്റൊരു പേരാണ് സുന്നത്ത് അല്ലേ? അപ്പോൾ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് അല്ലേ? ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. ഓക്കെ, മറക്കരുത് കേട്ടോ. അതെവിടെ ഉള്ളത്? ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് എന്നുള്ളത് എവിടെയുള്ളത്? അൽ അഹ്കാമു ശർഇയ്യ എന്നുള്ള പാഠത്തിലുണ്ട് അല്ലേ? ഇതാ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. ഓക്കെ, ഖുർആൻ അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത് കണ്ടോ? ഓക്കെ, റെഡി, സെറ്റ്. ഇനി അടുത്ത് അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആള്. അമ്പിയാക്കളല്ലാത്ത മനുഷ്യർ കേട്ടോ. എടാ ലോകത്തുള്ള എല്ലാ ആളുകളും എടുക്കി, ലോകത്തുള്ള എല്ലാ ആളുകളും എടുക്കി, അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാരാരാ? പറയും. ലോകത്തുള്ള എല്ലാ ആളുകളും എടുക്കും, അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാരാരാ? അമ്പിയാക്കളാണ് അല്ലേ? അമ്പിയാക്കൾ കഴിഞ്ഞിട്ട് പിന്നെ ആരാ? അതാണ് ചോദ്യം. അമ്പിയാക്കൾ കഴിഞ്ഞിട്ടുള്ള മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠര് നമ്മൾ മുത്തുനബിൻ്റെ സ്വഹാബികളാണ്. നമ്മൾ മുത്തുനബിൻ്റെ അനുയായികളാണ്. നമ്മൾ മുത്തുനബിക്ക് മാത്രമല്ല അനുയായികളുള്ളത്, എല്ലാ ആളുകൾക്കും അനുയായികൾ, എല്ലാ നബിമാർക്കും അനുയായികളുണ്ട്. പക്ഷേ നമ്മൾ മുത്തുനബിൻ്റെ അനുയായികളായ സ്വഹാബികളാണ് അമ്പിയാക്കൾ കഴിഞ്ഞുള്ള സ്ഥാനമുള്ളത്. അപ്പോൾ ഇത്തരം സ്വഹാബികൾ. ഓക്കെ, അടുത്തത് അള്ളാഹുവിൻ്റെ വചനം ഏതാ? അള്ളാഹുവിൻ്റെ വചനം
നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാം എന്നുള്ളതിൻ്റെ മലയാളമാണ് വചനം. അള്ളാഹുവിൻ്റെ കലാം ഏതാ? ഖുർആൻ അല്ലേ? അത് പിന്നെ അള്ളാഹിൻ്റെ കലാമാണ് ഖുർആൻ. സ്വഹാബികളിൽ ഏറ്റവും നമ്മൾ പറഞ്ഞു അമ്പിയാക്കളല്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികളാണ് എന്ന് പറഞ്ഞു. എങ്കിൽ അല്ലേ അമ്പിയാക്കളല്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികളാണ് എങ്കിൽ ആ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അല്ലേ? ഇവിടെ ചോദ്യം എന്താണ്? ആ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഖുലഫാഉർ റാഷിദൂൻ അല്ലേ? ഖുലഫാ റാഷിദീങ്ങളായ 4 സ്വഹാബികളാണ്. ഏതൊക്കെയാണ് ആ 4 സ്വഹാബികൾ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അല്ലേ? ഖുലഫാ റാഷിദീങ്ങളാണ് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ആ ഖുലഫാ റാഷിദീങ്ങൾ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിന്റെ ചങ്കായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇനി മഹാത്മാക്കൾക്ക് നാം പറയുന്നു അല്ലേ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയ മഹാന്നതന്മാരായ ആളുകൾക്ക് നമ്മൾ എന്താ പേര് പറയാ? ഔലിയ എന്ന് പേര് പറയും അല്ലേ? അപ്പോൾ ഔലിയ ഒക്കെ സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത് വേർതിരിക്കാം. ഇത് ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഞാൻ ഇത് നിങ്ങൾക്ക് ഇനി നമ്മൾ അടുത്ത പരീക്ഷ പേപ്പറൊക്കെ പോണ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കാണ്ട്. ഇവിടെ വേണേ, ഇവിടെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കേ. ശരിക്കും നോക്കണേ മക്കളെല്ലാവരും ഇവിടെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? ഇതുവരെ കേട്ടോക്കെ ശ്രദ്ധിച്ചവർ ലൈക്ക് അടിക്ക്. ലൈവ് ചാറ്റിൽ ലൈക്ക് അടിക്ക്. ലൈക്കുകൾ വരട്ടെ. മാഷാ അല്ലാഹ്. ഇനി നോക്കിട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കീദയിൽ ഇത് നിങ്ങൾക്ക് പൊതുപരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഉസ്താദ് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് 2 വിഭാഗം ഇമാമുമാരെ പഠിക്കാണ്ട്. ഒന്ന് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചവർ. 2 കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച്. മലയാളത്തിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രയാസകരം. അയ്യോ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളോ, ഇതൊക്കെ എന്താ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എടാ എന്തുമില്ലടാ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഖീദപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ചു. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തനങ്ങൾ. നമ്മുടെ നിസ്കാരം പ്രവർത്തനമാണ്, നമ്മുടെ നോമ്പ് പ്രവർത്തനമാണ്, നമ്മുടെ ഹജ്ജ് പ്രവർത്തനമാണ്, നമ്മുടെ സ്വതക്ക ചെയ്യൽ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് പുസ്തകത്തിലാണ് പഠിക്കൽ? ഫിഖ്ഹിലാണ് പഠിക്കൽ. അപ്പോൾ ഫിഖ്ഹിൻ്റെ മലയാളമാണ് കർമ്മം. അപ്പോൾ ഫിഖ്ഹ്പരമായിട്ടുള്ള കാര്യങ്ങൾ, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചത് 4 ഇമാമുമാരാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അത് ക്രോഡീകരിച്ചത് 4 ഇമാമുമാരാണ്. ആരൊക്കെയാണ് 4 ഇമാമുമാർ? വളരെ സുഖമാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. എന്ന് പറയണേ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ, 4 ഇമാമാരുണ്ട് അല്ലേ? ഈ 4 ഇമാമാരാണ് കർമ്മപരം അഥവാ ഫിഖ്ഹ് പരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് അല്ലെ? എങ്ങനെ നിസ്കരിക്കണം ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ? ഈ 4 ഇമാരും ഖുർആനെന്നും ഹദീസെന്നും ഇജ്മാ എന്നും ഖിയാസ് എന്നൊക്കെ എടുത്തിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ? ഈ 4 ഇമാമാരും അല്ലെ? പൊന്നു മക്കളെ, ഇതിൽ നമ്മൾ ഇമാമാരാ? ഇവിടെ മാലിക് ഇമാമുണ്ട്, ഷാഫി ഇമാമുണ്ട്, ഹനഫി ഇമാമുണ്ട്, ഹംബലി ഇമാമുണ്ട്. ഇതിൽ നമ്മൾ ഇമാമാരാ? പറ. ഷാഫി ഇമാമാണ് നമ്മളെ ഇമാമ്. 4 ഇമാമാരുണ്ടെങ്കിലും അതിൽ ഒരു ഇമാമിനെ പിൻപറ്റിയ നിർബന്ധം. നമ്മുടെ ഇമാമ് ഷാഫി ഇമാമ. അപ്പോൾ കർമ്മപരമായിട്ടുള്ള ഇമാമുകൾ 4 ആൾക്കാരാണ്. അബു ഹനീഫ റഹിമഹുല്ല, മാലിക് റഹിമഹുല്ല, ഷാഫി റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. അത് മറക്കരുത്. ഇനി ഉസ്താദ് പറയാൻ പോണ നോക്കൂ നിങ്ങൾ. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അഖീദപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ പുസ്തകം അഖീദയാണ്. ഈ അഖീദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത് 2 ഇമാമാരുള്ളൂ. 2 ഇമാമാരുള്ളൂ. പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രയാസമൊക്കെ തോന്നും. ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ. അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല. ഒന്ന് പറഞ്ഞു നോക്കൂ. അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല അല്ലേ? ഒരാളതാണ്. പിന്നെ അടുത്ത ആൾ ആരാണ്? ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റഹിമഹുല്ല. ആരാണ്? ഇമാം അബൂ മൻസൂരിനിൽ
മാതുരീദി റഹിമഹുല്ല. ഇമാം അബു മൻസൂരിനിൽ മാതുരീദി റഹിമഹുല്ല. ഈ അപ്പൊ അക്കീദയിൽ എത്ര ഇമാമാരെ കുട്ടികളെ? 2 ഇമാമാര്. ഫിക്കിലോ 4 ഇമാമാര് അല്ലെ. ഈ 4 ഇമാമാരുടെ പേര് പഠിച്ചു വെക്കുക, ആവശ്യമുണ്ടാവും. അക്കീദയിലോ 2 ഇമാമാര്. അപ്പൊ ഫിക്കിൽ നമ്മളെ ഇമാമിന്റെ പേരെന്താണ്? ഷാഫി ഇമാം. ഇന്ന് അക്കീദയിൽ 2 ഇമാമാര് ഉസ്താദ് പറഞ്ഞല്ലോ, ഇമാം അബുൽ ഹസൻ അൽ അഷ്അരിയും ഇമാം അബു മൻസൂറിൽ മാതുരീദിയും. ഇത് നമ്മളെ ഇമാമാരാ. ഇമാം അബുൽ ഹസൻ അഷ്അരിയും ഇമാമാട്ടോ, അഷ്അരി മദാബാണ് നമ്മള്. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുള്ളാണ് നമ്മുടെ ഇമാമ്. അപ്പൊ അക്കീദയിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ 2 ഇമാമാരാണ്. കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ 4 ഇമാമാരാണ്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുള്ള, ഇമാം മൻസൂർ മാതുരീദി റഹിമഹുള്ള. കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ഷാഫി ഇമാം, ഹനഫി, മാലിക് ഇമാം, ഹംബലി ഇമാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കയറി വേർതിരിക്കാനാണ്. ഇമാം മാലിക് റഹിമഹുള്ള വിശ്വാസപരമാണോ കർമ്മപരമാണോ? നിങ്ങൾ പറയും. മറന്നോ? മാലിക് റഹിമഹുള്ള ആരാണ്? വെരി ഗുഡ്. കർമ്മപരമായ പുസ്തകം 2 തട. ഇതൊന്നാണ്, ഇത് 2 തട അല്ലേ? പുസ്തകം 2 തട. അടുത്ത് നിങ്ങൾ പറയണം കേട്ടോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല 1 ആണോ 2 ആണോ? വിശ്വാസപരമാണോ കർമ്മപരമാണോ? വിശ്വാസപരമാണെങ്കിൽ 1 നിട, കർമ്മപരമാണെങ്കിൽ 2 നിട. ലൈവ് ചാറ്റ് പെട്ടെന്ന് ആരാണ് ഫസ്റ്റ് ഇടണോ നോക്കട്ടെ. മാഷാ അല്ലാ ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ. നല്ല കുട്ടികളാണ്, ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നല്ല മക്കളാ, മാഷാ അല്ലാ. നല്ല മക്കളാ, നല്ല മുത്തുമണികളാണ് നിങ്ങൾ അല്ലേ? അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്താണ്? കർമ്മപരമായിട്ടുള്ള ഇമാമാണ് അല്ലേ? കാരണം അക്കീദയിൽ ആകെ 2 ഇമാമാരുള്ളതാ. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ലാഹ്, അത് അക്കീദന്റെ ഇമാം, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇമാം അബു മൻസൂരിനിൽ മാതുരീദി, അതും എന്താണ്? വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബാക്കി എന്ത് വന്നാലും കർമ്മപരമാണ്. കാരണം നമ്മൾ പറഞ്ഞു വിശ്വാസം ആകെ 2 ആൾക്കാരുള്ളൂ. വിശ്വാസം 2 പേര് വിശ്വസിക്കുക. ഇങ്ങനെ ടെക്നിക്കൽ പഠിക്കാല്ലേ. 2 പേര് വിശ്വസിക്കുക. വിശ്വാസം വന്നാൽ 2 പേരുള്ളൂ. ഇമാം അബുൽ ഹസൻ അഷ്അരി, ഇമാം അബു മൻസൂർ മാതുരീദി. സെറ്റല്ലേ? അങ്ങനെ പഠിച്ചോളി. കർമ്മപരമായിട്ടുള്ള കാര്യം ഇപ്പം ഇമാം അബു ഹനീഫ റഹിമഹുള്ള ഏതാ? കർമ്മപരാണ് അല്ലേ? ബാക്കിയൊക്കെ കർമ്മപരാണ്. ഇമാം ഷാഫി ഇമാം ഏതാ? നമ്മളെ ഇമാം കർമ്മപരമാണ്. സെറ്റല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് മുഅ്ജിസത്തിന്റെ പ്രത്യേകത എന്താണ്? പൊന്നു മക്കളെ, മുഅ്ജിസത്തിന്റെ പ്രത്യേകത, മുഅ്ജിസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും മുഅ്ജിസത്ത്? അല്ലെങ്കിൽ വേണ്ട. ഈ ഉസ്താദ് പറയണ ഉസ്താദിന് മുഅ്ജിസത്ത് ഉണ്ടോ? ഇപ്പൊ കമന്റിൽ വരികയാണ്, ഉസ്താദ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാണ്. നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉസ്താദിന് കഴിയോ? ഉസ്താദിന് മുഅ്ജിസത്തൊന്നും ഇല്ലല്ലോ. ഉസ്താദിന് കഴിയൂല, ഇല്ലല്ലോ. അപ്പൊ മുഅ്ജിസത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ആർക്ക്? അതുള്ളവർക്ക്, അമ്പിയാക്കളായ ആളുകൾക്ക് മാത്രമേ എന്താ പറ്റുള്ളൂ? മുഅ്ജിസത്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾക്കറിയാം മുഅ്ജിസത്ത് അമ്പിയാക്കളുടെ മറക്കരുതിട്ടോ. മുഅ്ജിസത്ത് അമ്പിയാക്കളുടെ, കറാമത്ത് ഔലിയാക്കളുടെ. മുഅ്ജിസത്ത് അമ്പിയാക്കളുടെ, കറാമത്ത് ഔലിയാക്കളുടെ, മറക്കരുതിട്ടോ. അപ്പം മുഅ്ജിസത്ത് അമ്പിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ഇന്ന പോലത്തെ ആൾക്കാരെ വന്നിട്ട് കാര്യമില്ല. മേജിക്ക് പോലെയല്ല. മെജീഷ്യന്മാർക്ക് മേജിക്ക് ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളത് പഠിച്ചാൽ നമുക്കും ചെയ്യാം. പക്ഷെ മുഅ്ജിസത്ത് അമ്പിയാക്കൾക്ക് മാത്രമേ വയ്ക്കുള്ളൂ. പാറക്കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവന്ന സ്വാലിഹ് നബി, അങ്ങകലെയുള്ള ചന്ദ്രനെ പുലർത്തിയ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ നബിമാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? വിരലുകളുടെ ഇടയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട മുത്തുനബി തങ്ങൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ നബിമാർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത്, അപ്പോൾ അമ്പിയ മുർസലുകൾക്ക് മാത്രമേ ഇത് പ്രകടിപ്പിക്കാൻ, അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്ന പ്രവാചകൻ. എടാ, മരിച്ചു കഴിഞ്ഞാലേ തിരിച്ചു കിട്ടുമോ? കിട്ടൂല. പക്ഷെ തിരിച്ച് കൊടുത്തൊരു പ്രവാചകനുണ്ട്. ആരാണത്? പറ, ആരാണത്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ഈസാ നബിയാണ് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നത്. ഈസാ അല്ലേ? യേശു, ക്രിസ്ത്യാനികളെ യേശു ആയിട്ട് കാണുന്ന പ്രവാചകനാണ് അല്ലേ? ഈസാ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി. മൂസാ നബിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വടി അല്ലേ? വടിയായിരുന്നു. വടി സർപ്പമായിട്ട് മാറും. മൂസാ നബിൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് കഴിഞ്ഞാൽ വലിയൊരു ഭീമാകാരമായ പാമ്പായിട്ട് മാറും, സർപ്പമായിട്ട് മാറും മൂസാ നബി അല്ലേ? പിന്നെ ഇബ്രാഹിം നബിൻ്റെ എന്തായിരുന്നു?
തീയിലിട്ടപ്പോൾ തീയൊക്കെ ഇബ്രാഹിം നബിൻ്റെ മേലിൽ തണുപ്പും രക്ഷയുമായി അല്ലേ. അപ്പം ഇബ്രാഹിം നബി എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നമക്കൾക്ക് തീ ഓർമ്മ വരണം അല്ലേ. മൂസാ നബി എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നമക്കൾക്ക് ആ വടി ഓർമ്മ വരണം അല്ലേ, വടി സർപ്പം അത് ഓർമ്മ വരണം. ഈസാ നബി എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നമക്കൾക്ക് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയതാണ് ഓർമ്മ വരേണ്ടത്. ഓക്കെ 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 സെറ്റല്ലേ ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് നബി തങ്ങളുടെ ഒരുപാട് മുജ്സത്തുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മുജ്സത്ത് ഏതാ? പരിശുദ്ധ ഖുർആൻ. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ. പരിശുദ്ധ ഖുർആനാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ മുജ്സത്ത്. ഇനി ഇപ്പം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയ പ്രവാചകൻ ആരാ? ഇപ്പം ഇതുവരെ പറഞ്ഞിട്ട് ആരാ മനസ്സിലായില്ല? ആരാ? ഈസാ നബി. മാഷാ അല്ലാഹ്, ഈസാ നബിയാണ്. മൂസാ നബിക്ക് എന്തായിരുന്നു? അതെ, വടി സർപ്പമാവൽ. വെരി ഗുഡ്. ഔലിയാക്കൾ ആരാകുന്നു? ആരാണ് ഔലിയാക്കൾ? ഇതാ ഇനി എടാ ഇജ ഔലിയാണ്, അതാ എടാ നീ ഔലിയാണ്, എടാ ഞാൻ ഔലിയാണ്. ഇല്ല, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഔലിയൊന്നും ആവാൻ പറ്റൂല. ഔലിയാക്കൾ ആരാണ് ഔലിയാക്കൾ അല്ലേ? ആരാണ് ഔലിയാക്കൾ? നമ്മൾ പഠിക്കേണ്ടതാണല്ലോ അല്ലേ. ഇതാണ് ഔലിയാക്കൾ. അള്ളാഹുവിനെ സാധ്യമാകും ഇത് മനസ്സിലാക്കണം. അള്ളാഹിനെ എത്രത്തോളം സാധ്യമാകും ഇത് മനസ്സിലാക്കുക. എന്നിട്ട് സൽക്രമങ്ങളിൽ ഇങ്ങനെ മുഴുകുക, നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഔലിയാക്കൾ. അപ്പോൾ ഇത് പഠിക്കാനൊരു ഐറ്റംസ് ഉണ്ട്. അള്ളാഹിനെ നല്ലോണം മനസ്സിലാക്കിയ ആൾക്കാർക്ക് എന്താവും? ഒരു നല്ല സൽക്കർമ്മങ്ങളിൽ മുഴുകും. സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ ഒരു തെറ്റിൽ നിന്ന് വിട്ടിരിക്കും. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചോ. അള്ളാഹിന് സാധ്യമാകും ഇത് മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുക. സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യൂല. അപ്പോൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമാണ് ചെയ്യുന്നവരുമാണ് ഔലിയാക്കൾ. അങ്ങനെ പഠിച്ചാൽ സുഖമായില്ലേ? ഇൻഷാ അല്ലാഹ്. വെരി ഗുഡ്. ഇനി നബി തങ്ങൾ വഫാത്താകുമ്പോൾ എത്ര സ്വഹാബിമാരുണ്ടായിരുന്നു? നബി തങ്ങൾ വഫാത്താകുമ്പോൾ എത്ര സ്വഹാബിമാരുണ്ടായിരുന്നു അല്ലേ? അസ്ഹാബ് നബി എന്നുള്ള പാഠത്തിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികളുണ്ടായിരുന്നു. 1000 2000 നമ്മൾ താരിയിലൊക്കെ പഠിച്ച പോലെ 313 1000 2000 എന്നല്ല. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ അല്ലേ. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു അല്ലേ. ഉസ്താദ് കണ്ടോ, റെഡ് കൊണ്ടാണ് രേഖപ്പെടുത്തണേ. റെഡ് കൊണ്ട് രേഖപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. നമ്മുടെ കമൻറ്റിൽ ഒരു കുട്ടി പറഞ്ഞേ, ഉസ്താദെ നിങ്ങൾ റെഡ് കൊണ്ട് രേഖപ്പെടുത്തിയാൽ മതി പറഞ്ഞു. അതുകൊണ്ട് ഉസ്താദ് റെഡ് കൊണ്ട് രേഖപ്പെടുത്തണേ. നാളെ ഏത് കളറിലാണ് രേഖപ്പെടുത്തേണ്ടത് നിങ്ങൾ പറയും കേട്ടോ. നമുക്ക് കളർ മാറ്റാം, ഒരു ദിവസം കളർ മാറ്റാം. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അടുത്ത സ്വഹാബി എന്ന് പറയുന്ന ആർക്ക്? അപ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? 1,00,000-ൽ പരം. സ്വഹാബി എന്ന് പറയുന്നത് ആർക്കാ സ്വഹാബി എന്ന് പറയാം? മുഅ്മിനായ നിലയിൽ നബി തങ്ങളുടെ അടുക്കൽ നിൽക്കണം അല്ലേ. മുഅ്മിനായ നിലയിൽ ചില ആളുകൾ സ്വഹാബി പറഞ്ഞ നബി തങ്ങളെ കണ്ടവർ എന്നൊക്കെ എഴുതിക്കും. ഇതൊക്കെ എടുത്തിട്ടോ. മുഅ്മിനായ നിലയിൽ നബി തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കണം. മുഅ്മിനാവണം, എന്നിട്ട് നബി തങ്ങളുടെ അടുക്കൽ താമസിക്കണം, എന്നിട്ട് മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയാം അല്ലേ. മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യണം, അങ്ങനെ ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയാം. മുഅ്മിനായി നബി തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യണം. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ. 2 വീതം എഴുതുക. ശരിക്കേ 2 വീതം എഴുതാൻ ഒരു അടിപൊളിയല്ലേ. 2 എഴുതിയാൽ പോരല്ലേ. ചിലപ്പോൾ 10 പഠിച്ചു വന്ന കുട്ടികളുണ്ടാവും. ഒരു 2 എഴുതിയാൽ മതി. നോക്കി, മുബ്തദിഈകളുടെ ചില അടയാളങ്ങൾ. ആരാണ് മുബ്തദിഈകൾ? ആരാണ് ബിദഈകൾ? പഠിക്കണ്ടേ? ആരാണ് മുബ്തദിഈകൾ? നോക്കൂട്ടോ. ഈ മുബ്തദീൻ്റെ ചില അടയാളങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ആരാണ് അവരെന്ന് അറിയണം അല്ലേ. ആയിക്കോട്ടെ, നോക്കി, ബിസ്മില്ലാ. മുബ്തദീകളുടെ ചില അടയാളങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാഠത്തിലാണ് ഉള്ളത്. ഇതിന് മുമ്പത്തെ പാഠം നോക്കട്ടോ. ബിദഅകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ്. അത് വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദഅകൾ. ഓർക്ക് ഇമാമാരൊന്നും പറ്റില്ല, ഇമാമാരൊന്നും ഇല്ല എന്ന് അവർ പറയാം. അവർ പ്രമാണങ്ങൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കും, എന്നിട്ട് അത് പിൻപറ്റും. അങ്ങനെ ചെയ്യുന്നവരാണ് ബിദഅകൾ. ആ ബിദഅകൾ മുബ്തദികൾ രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അവരുടെ അടയാളങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ അടയാളങ്ങൾ ഇതിൽ കുറേ ഉണ്ട്. ഇതിൽ സുഖമുള്ള 2 ഇപ്പോൾ പഠിച്ചോ. നോക്കൂ. 1, മരണാന്തര മഹാത്മാക്കൾക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. ജുമഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാക്കുക. അത് കുറച്ചുള്ളൂ, അത് പഠിച്ചോ. ജുമയിൽ നമ്മൾ ഫസ്റ്റ് ബാങ്കും സെക്കൻഡ് ബാങ്കും കൊടുക്കാറുണ്ട്. 1ാമത്തെ ബാങ്ക് ഇല്ല, അത് അനാചാരമാണെന്ന് പറയാം. പിന്നെ ഇത് പറ്റുന്നൊക്കെ 20 റക്അത്ത് തറാവീഹിനെയും സുബഹിയിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക.
കുനൂത്തില്ല, അല്ലെങ്കിൽ 20 റക്അത്ത് തറാവില്ല എന്ന് പറയാം. സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയാ. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ചെയ്താ ഖുർആൻ ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ ഒന്നാമത്തെ ഭാഗം ജുമയുടെ ഒന്നാമത്തെ ഭാഗം അനാചാരാക്കുക, കുനൂത്തിന് അനാചാരാക്കുക, 20 റക്അത്ത് തറാവിന് അനാചാരാക്കുക. അല്ലെ, സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നത് പറ്റൂല എന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും 2 കുട്ടികൾ പഠിച്ചാൽ ഇതിൽ എനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നിയത് അറിയോ? ജുമയുടെ ഒന്നാമത്തെ ഭാഗം അനാചാരാക്കുക, പിന്നെ കുനൂത്തിന് അനാചാരാക്കുക, അല്ലെങ്കിൽ 20 റക്അത്ത് തറാവിന് അനാചാരാക്കുക, അല്ലെങ്കിൽ ഖുർആൻ സ്വന്തം വ്യാഖ്യാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ. ഓക്കെ. പ്രാർത്ഥനയുടെ മര്യാദകൾ അല്ലേ. എടാ ആ ചോക്ലേറ്റ് ഇങ്ങോട്ടാ, അങ്ങനെ പറയാൻ ഏറ്റവും നല്ലത്. അതോ ആ ചോക്ലേറ്റ് ഒന്ന് ഇങ്ങോട്ട് തരുമോ, അങ്ങനെ ചോദിക്കണേ ഏറ്റവും നല്ലേ അല്ലേ. അപ്പം അള്ളാഹോട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്തൊക്കെ എൻ്റെ മര്യാദകൾ? ഇതാ പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട് അല്ലേ, അതിൽപ്പെട്ടതാണെന്നൊക്കെ പറയാണ്ട് പറയണ നോക്കി. പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹിനെ സ്തുതിക്കണം. പ്രാർത്ഥനയുടെ ആദ്യം അള്ളാഹിനെ സ്തുതിക്കണം അല്ലെ. ഇതുവരെ അള്ളാഹ് ചെയ്തു തന്ന നന്മകളൊക്കെ അള്ളാഹിനക്ക് സ്തുതി പറയണം. പിന്നെ മുത്തു നബി തങ്ങളുടെ മേൽ സ്വലാത്ത്. നബി തങ്ങൾ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. മുത്തു നബി തങ്ങളുടെ മേൽ സ്വലാത്താണ് ചെല്ലണം അല്ലേ. പ്രാർത്ഥനയുടെ ആമുഖമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഈ 3 കാര്യങ്ങൾ. ഇപ്പം ഒന്നുകൂടി ഉണ്ട്, സൽക്രമങ്ങളെയോ അല്ലെങ്കിൽ നല്ല സദ്വൃദ്ധരായ നല്ല ആളുകളെയോ മുൻനിർത്തി പ്രാർത്ഥിക്കണം. ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദകളാണ്. അപ്പം എന്തൊക്കെ? പ്രാർത്ഥനയുടെ ആദ്യം അവസാനം അള്ളാഹിനെ സ്തുതിക്കുക, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, പ്രാർത്ഥനയുടെ ആമുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ടുവരിക അല്ലേ. സൽക്കർമ്മങ്ങളെയോ അല്ലെങ്കിൽ നല്ല ആളുകളെയോ മുൻനിർത്തി പ്രാർത്ഥിക്കുക അല്ലേ. ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് എന്താ ഇവിടെ കൊടുക്കാൻ പറ്റും അല്ലേ. അടുത്ത് ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടേ, എന്താണ് ദുആ? എന്തായാലും ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അത് എന്തായാലും ഉണ്ടാവും നാളത്തെ പരീക്ഷയ്ക്ക്. ആരാധന എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. അപ്പം എന്താണ് ദുആ? ആരാധന എന്ന വിശ്വാസത്തോടെ പടച്ച തമ്പുരാനോട് നമ്മൾ നടത്തുന്ന ആ സഹായഭ്യർത്ഥനക്കാണ് ദുആ എന്ന് പറയാം, സഹായാർത്ഥനക്കാണ് ദുആ എന്ന് പറയാം. അപ്പം ആരാധന എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ അല്ലേ. അപ്പോൾ ഇവിടെ പറയേണ്ടത് യേശു ക്രൈസ്തവരോട് ദ്വാരിക്കണത് അല്ലേ. യേശുവിനോട് ക്രൈസ്തവർ ദ്വാരിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. കാരണം ക്രൈസ്തവർ യേശുവിനെ എന്തായിട്ട് കാണുന്നുണ്ട്? ദൈവമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ ഗുരുവായൂരപ്പനോട് ദ്വാരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണ്. കാരണം എന്താ? ഹൈന്ദവർ ഗുരുവായൂരപ്പനെ ദൈവമായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഇതാ ഇപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ ആരാധന എന്ന വിശ്വാസത്തോടെ അള്ളാഹിനോട് ദ്വാരിക്കുമ്പോഴാണ് അത് ദ്വാ ആവുക. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ദ്വാരിക്കാറ്. മനസ്സിലായി? ആരാധ്യൻ എന്ന് പറയാൻ എന്താ? നമ്മൾ ആരാധിക്കുന്ന ആളാണ് എന്ന വിശ്വാസത്തോടെ അള്ളാഹിനോട് സഹായാർത്ഥന നടത്തുക, അപ്പോഴാണ് ദ്വാ ആവുക. ഇജ്മാ എന്താണ്? ഇജ്മാ അവിടെ കുറേ പഠിക്കാണ്ടല്ലേ. ഇജ്മാ എന്താ, ഖിയാസ് എന്താ, ഇതൊക്കെ പഠിക്കച്ച് പോകണം കേട്ടോ. ഇജ്മാ എന്താ, ഖിയാസ് എന്താ, ഖുർആൻ എന്താ? അള്ളാഹുവിൻ്റെ വചനമാണ്. അത് സുഖ. ഇനി സുന്നത്ത് എന്താ? എന്ത് സുന്നത്ത്? നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് അല്ലേ. എന്താണ് ഇജ്മാ എന്താ? അതാണ് നമ്മുടെ ചോദ്യം. ഒരു കാലഘട്ടത്തെ മുജ്തഹിദുകളായ നല്ല പ്രഗത്ഭരായ നല്ല അടിപൊളിയായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം, ഒരൊറ്റ അഭിപ്രായം, അതാണ് ഇജ്മാ എന്ന് പറയാം. ഒരു കാലഘട്ടത്തെ ആളുകളെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടണം, അത് ഇജ്മാ ആണ്. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ. എന്താ ഖിയാസ്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്. ഇപ്പം ഇവിടെ ചോദ്യം എന്താ? ഇജ്മാ എന്താണെന്നാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അപ്പോൾ ഖുർആൻ മനസ്സിലാക്കി വെക്കുക, സുന്നത്ത് മനസ്സിലാക്കി വെക്കുക, ഇജ്മാ മനസ്സിലാക്കി വെക്കുക, ഖിയാസ് മനസ്സിലാക്കി വെക്കുക. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ 4 എന്താ? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്താ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാട്ടോ, അതും മനസ്സിലാക്കണേ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇപ്പോൾ ചോദ്യം എന്താണ്? ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ. അല്ല മക്കളെ, നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? സെറ്റല്ലേ? നമ്മൾ ക്ലാസ് സെറ്റല്ലേ? നമ്മൾ കണ്ടോ വെറും ചോദ്യപേപ്പർ മാത്രം എടുത്ത് പോവില്ല, നമ്മളതിൻ്റെ ചുറ്റോറുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പോകണേ. സെറ്റല്ലേ? അപ്പോൾ പൊന്നു മക്കളെ, നിങ്ങളെ ഫ്രണ്ട്സ്
കേട്ടോ. ഫ്രണ്ട്സിനെ മറക്കണ്ട, കൂട്ടുകാരന്മാരെ മറക്കണ്ട, കൂട്ടുകാരികളെ മറക്കണ്ട. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചാനലിൽ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് വരും. ഈ ഒരു പൊതുപരീക്ഷ അൽഫിയർ എക്സാം അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മൾ 3 മാസം പൊതുപരീക്ഷ കുട്ടികൾക്ക് 5ലും 7ലും 10ലും പഠിക്കേണ്ട പൊതുപരീക്ഷ കുട്ടികളെ മാത്രം നിർത്തിയിട്ട് അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇതിനു മുമ്പ് വന്ന പൊതുപരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ഞായറാഴ്ചകളും നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ഓരോ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി 3 ടൈം എക്സാം നടത്തി നല്ല സെറ്റപ്പ് പരിപാടി ഉണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ നല്ലൊരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്താവുക, നമ്മൾ താഴെ നമ്പറിൽ എന്താവുക ബന്ധപ്പെടുക അല്ലേ. പൊതുപരീക്ഷയ്ക്ക് ഞങ്ങൾ റെഡിയാണ്, നിങ്ങളോ? ഇൻഷാ അല്ലാ സമസ്ത പൊതുപരീക്ഷ തീവ്ര പരിശീലനം അല്ലേ, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്താവുക താഴെ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നോക്കൂ, പൂരിപ്പിക്കാം. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. ഒന്നാമത്തെ പാഠത്തിൽ അല്ലേ, നിങ്ങളൊക്കെ പഠിച്ച് അടിപൊളിയായിട്ടുണ്ടാവും. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, ഒന്നാമത്തെ പാഠം. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ അല്ലേ, അത് നോക്കണ്ടല്ലോ. ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ സൂറത്ത് യാസിൻ്റെ 40-ാമത്തെ ആയത്തിലെ എന്തതിൻ്റെ അർത്ഥം? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അർത്ഥം ചെയ്താമെന്നാണ്, അതുകൊണ്ടൊക്കെ പഠിക്കാം. വക്കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ വേറെ അർത്ഥം പഠിക്കാമല്ലേ. സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി എന്നതിൻ്റെ അർത്ഥം ദാ അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി എന്നതിൻ്റെ അർത്ഥം അത് നോക്കിച്ചോണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നാമത്തെ പാഠം എടുത്തപ്പോൾ എനിക്ക് പറയാൻ തോന്നി. ഇന്ന ശിർക ഡാഷ് അലീം, ഇന്ന ശിർക ഡാഷ് അലീം. എന്താ ഇവിടെ വരിക? എന്താ വരിക? ഇന്ന ശിർക, ഇന്ന ശിർക ഇന്ന ശിർക ലളുൽമുൻ അലീം, ഇന്ന ശിർക ലളുൽമുൻ അലീം. തീർച്ചയായും ഷിർക്ക്, തീർച്ചയായും അതിൻ്റെ അർത്ഥം എന്താ? ഷിർക്ക്, തീർച്ചയായും ഷിർക്ക് അതിശക്തിയായ അക്രമമാണ്, ശക്തിയായ അക്രമമാണ്. തീർച്ചയായും ഷിർക്ക് ശക്തിയായ അക്രമമാണ്. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു? 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർക്ക് പോയാലോ? നിങ്ങൾ റെഡിയാണോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഉഷാറല്ലേ? മുത്തുമണികൾ ഇന്ന് ചായ ഒക്കെ കുടിച്ചാ? നമുക്കൊരു ചലഞ്ച് നടത്തിയാലോ? ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചപ്പോൾ എന്തൊക്കെ സ്നാക്സാണ് നിങ്ങൾ കഴിച്ചത്? ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. നമുക്ക് ചിലപ്പോൾ കണ്ണൂരിലുള്ള ആൾക്കാരുണ്ടാവും, കാസർഗോഡിലെ ആൾക്കാരുണ്ടാവും അല്ലേ. ഞങ്ങൾ ഗൈഡുകളിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും, ആർക്ക് എന്തൊക്കെ കഴിച്ചോ എന്ന് മനസ്സിലാക്കാൻ അല്ലേ. ഇത് ചായ കുടിച്ചാത്തവരെ ഉസ്താദ് ചായ കിട്ടിയിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്തോ. ഉമ്മ കണ്ടിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കി തന്നോളൂ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ, നല്ല പരീക്ഷ നല്ല മാർക്ക് ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ. എന്തായാലും ഇതുകൊണ്ട് ചർച്ച ചെയ്യാല്ലേ? റെഡി അല്ലേ? നിങ്ങൾ കുഴങ്ങിയോ? ഞാൻ കുഴങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ ഫുൾ ഓഫ് പവറിലാണ്. നിങ്ങൾ കുഴങ്ങിയില്ലല്ലോ? എന്നാൽ മതി ഇൻഷാ അല്ലാ. എന്നൊരു ലൈക്ക് അടിക്കും, ലൈക്ക് ബട്ടൺ അടിക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കും ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ, എന്നാൽ നോക്കി. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അല്ലേ, മുമ്പത്തെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായതിന് ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. അതന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അല്ലേ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാ? സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, രണ്ടും പറയാം. മുമ്പ് പറഞ്ഞുകൊണ്ട് ഉസ്താദ് വിശദീകരിക്കണില്ല. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നമ്മൾ മുമ്പ് പറഞ്ഞു. പ്രാർത്ഥനയുടെ മര്യാദയാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. വേറെ എന്തൊക്കെ പ്രാർത്ഥനയുടെ മര്യാദ ഉണ്ട്? ഓർമ്മ ഉണ്ടോ? നമ്മൾ പറഞ്ഞ കേട്ടോ, ആലോചിച്ചോക്കെ. പ്രാർത്ഥനയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുക, നബിതങ്ങളുടെ മേൽ സ്വലാത്തല്ല. പിന്നെ സൽക്രമങ്ങളോ സദ്വൃദ്ധരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കുക അല്ലേ. പ്രാർത്ഥനയ്ക്ക് ആമുഖമായിട്ട് എന്തെങ്കിലും സൽക്രമങ്ങൾ ചെയ്യുക അല്ലേ, മറക്കരുത് കേട്ടോ. ഖുർആൻ്റെ വ്യാഖ്യാനമാണ് എന്ത്? മുമ്പത്തെ അതേ ഇതിലുണ്ടായിരുന്ന സുന്നത്ത് അല്ലേ, മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന അതേ സാധനം. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ ആരാ? ഞാൻ പറഞ്ഞു അല്ലേ, ലോകത്ത് ഉള്ള ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാർ അമ്പിയാക്കൾ ഏറ്റവും ശ്രേഷ്ഠമാർ സ്വഹാബികൾ അല്ല, അമ്പിയാക്കളിൽ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വഹാബികൾ, ആ സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുലഫാ റാഷിദീങ്ങൾ ആരാണ്? ഓർമ്മല്ലേ? അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, അലി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലെ ഗവർണർ ആരായിരുന്നു? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ആസ് അല്ല കേട്ടോ, അംർ ഇബ്നുൽ ആസ് ആണ്.
ഉമർ റളിയല്ലാഹുവിനെ അംർ അൽ ആസ് റളിയല്ലാഹുവിനെ ഗവർണർ ആക്കിയത് അല്ലേ? അന്നത്തെ ഭരണാധികാരി ഉമർ റളിയല്ലാഹുവിനായിരുന്നു. അന്നത്തെ ഗവർണർ ആരായിരുന്നു? അംർ അൽ ആസ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിനെ എഴുതരുതിട്ടോ, അംർ അൽ ആസ് റളിയല്ലാഹുവിനാണ്. ഇനി മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയത് ആരാ? ഈസാ നബി അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഈസാ നബി അല്ലേ? വടി സർപ്പം അല്ലെ, വടി പാമ്പ് ആരാ? മൂസാ നബി. വെരി ഗുഡ്, മൂസാ നബി. പൂർത്തിയാക്കാം. ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും അടുത്തത് എന്താ? ഏതോ എന്താ? സദ്വൃത്തരുമാണ്. സച്ചരിതരും സദ്വൃത്തരുമാണ്. അതെവിടെയുള്ളത്? ഔലിയാക്കള് ആരാണ്? സച്ചരിതരും സദ്വൃത്തരുമാണ്. അതെവിടെയുള്ളത്? അംബിയ, ഔലിയ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. സദ്വൃത്തർ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ, ഇത്രയുള്ള അർത്ഥം. പൊരിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എഴുതേണ്ടി വരും അല്ലേ? ഓക്കെ. അടുത്തത്, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ എന്താകുന്നു? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ എന്താകുന്നേ? നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നീന്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് പഠിക്കാം കേട്ടോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, നിങ്ങൾ അറിയുക, തീർച്ചയായും ഔലിയാക്കൾക്ക് യാതൊരുവിധ ദുഃഖമോ ഭയമോ ഇല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും ഔലിയാക്കൾക്ക് യാതൊരുവിധ ദുഃഖമോ ഭയമോ ഇല്ല. വഇൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദൽ ഡാഷ്. അതാ, അത് കുറിപ്പിച്ചാന്ന് കുടുങ്ങില്ലേ? അല്ലേ? പേടിക്കണ്ട. ഫഇൻ കുന്തി തജ്രി മിൻ ഖിബ്ലിക അല്ലേ? ഫഇൻ കാന അല്ലാഹു യുജ്രീക, അല്ലാഹു ആണ് നിന്നെ ഒഴിക്കുന്നതെങ്കിൽ, ഫഅസ്അലൽ വാഹിദൽ ഖഹാർ, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അയ്യുജ്രീക. അത്ര പൂരിപ്പിക്കാനുള്ളൂ. അപ്പോൾ ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്? നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി അല്ലേ? അയ്യുജ്രീക എത്ര പൂരിപ്പിക്കാനുള്ളൂ? അയ്യുജ്രീക എന്ന്. അപ്പോൾ ജസ്റ്റ് അറബിത് വായിച്ചു പോവാ. ഫഇൻ കുന്തി തജ്രി മിൻ ഖിബ്ലിക ഫലാ തജ്ർ, ഫഇൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്അലൽ വാഹിദൽ ഖഹാർ അയ്യുജ്രീക അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കി വെച്ച് പോവാ. നൈൽ നദി നിന്റെ ഇഷ്ടാനുസരിച്ചാണ് ഒഴുകുന്നത്, നിന്നെ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴിക്കുന്നത് അല്ലാഹു ആണെങ്കിൽ, വാഹിദും ഖഹാറുമായ അല്ലാഹുവിനോട് നിന്നെ ഒഴിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമറുൽ എൻ്റെ കറാമത്ത്. അപ്പം ജസ്റ്റ് അർത്ഥം നോക്കി പോവാ കേട്ടോ. അയ്യുജ്രീക എന്നാണ് ഉത്തരം. അപ്പോൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ നോക്കണം കേട്ടോ. ഇനി അടുത്ത്, സ്വഹാബി എന്ന് പറഞ്ഞ ആരാണ്? മുമ്പത്തെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നല്ലേ? നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. സ്വഹാബി എന്ന് പറഞ്ഞ ആരാണ്? നമ്മൾ പഠിച്ചാണ്. മുഅ്മിനായ നിലയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവരാണ് സ്വഹാബി. വിധേയികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തിൽ ചർച്ച ചെയ്തു അല്ലെ? വിധേയികളുടെ അടയാളങ്ങൾ പറയാനുള്ള സമയത്ത് വിധേയികളുടെ അടയാളങ്ങൾ, മുബത്തദികളുടെ അടയാളങ്ങൾ രണ്ടും അങ്ങനെ കേട്ടോ. പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് വിധേയികൾ. ഓക്കെ. അടുത്ത് നോക്കാം, എന്താണ് ഇജ്മാ? ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ് വന്നിരുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇജ്മാ വീണ്ടും വന്നിരിക്കണേ അല്ലേ? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ അല്ലേ? ഇനി അടുത്തത്, സുന്നത്ത്. എന്താ സുന്നത്ത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് സുന്നത്ത്? നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. അപ്പോൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോക്കി പോകണം കേട്ടോ. ഇനി അടുത്ത് അദ്വാഉ എന്നാൽ എന്താണ്? അദ്വാ അല്ലേ? അദ്വാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പറഞ്ഞു, ആരാധന എന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ എന്ന് നമ്മൾ മുമ്പത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല, അത് അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാനിത് പറയണില്ല. അടുത്തത്, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ആ രണ്ട് ഇമാമുമാർ അല്ലേ? ആരൊക്കെയാണ്? ഇമാം, അത് പഠിക്കണം, കാണാതെ പഠിക്കുക. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ, ഇമാം അബു മൻസൂർ അൽ മാതുരിദി റഹിമഹുല്ലാ. സെറ്റല്ലേ? ഇൻഷാ അല്ലാഹ് സെറ്റാക്കിട്ടോ. ഇപ്പോൾ തന്നെ പഠിച്ചല്ലേ? ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ, ഇമാം അബു മൻസൂർ അൽ മാതുരിദി റഹിമഹുല്ലാ. നബി തങ്ങൾ വഫാത്ത് ആകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞു ഓൾറെഡി. 100,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. 100,000-ൽ പരം. മുസ്ലിങ്ങൾ അമ്പിയ ഔലിയാക്കളോട് മറ്റു നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല. കാരണം എന്താ? നമ്മൾ ശ്രോതാക്കളടുത്ത് മക്കാമിലൊക്കെ പോയിട്ട് നടത്തണ സിയാറത്തിനൊക്കെ പോകുമ്പോൾ
നമ്മൾ ശുഹദാക്കളടുത്തോ മക്കാമിലൊക്കെ പോയിട്ട് നടത്തുന്ന പ്രാർത്ഥന അതെന്താണ്? ദുആ ആണോ? എന്താ കാരണം? അവരാരാധ്യരല്ല. എടാ, നമ്മൾ ആരാധ്യരെന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ ദുആ ആവുള്ളൂ. നമ്മൾ അമ്പിയാക്കൾ ഔലിയാക്കളും മറ്റും നടത്തുന്ന സഹായാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല. അല്ലേ? കാരണം എന്താണെന്നാണ് ചോദ്യം. കാരണം അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാ അവര്? ആണോ? അല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് അതെന്തല്ല? പ്രാർത്ഥനയല്ല. അല്ലേ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും നമ്മൾ അവരാരാധ്യനാണെന്ന് വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന ആവുള്ളൂ. ഇത് നമ്മൾ അവരെ മുൻനിർത്തി പടച്ചവനോട് ചോദിക്കുകയാണ്. അവർ ഔലിയാക്കളോ അവരൊന്നും ആരാധ്യരല്ല. അതുകൊണ്ട് എന്തല്ല? പ്രാർത്ഥനയല്ല കേട്ടോ. അപ്പം എന്താണ് കാരണം? അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. കർമ്മപരമായിട്ടുള്ള വിധികൾ ക്രോഡീകരണം പൂർത്തീകരിച്ച 4 ഇമാമാർ ഞാൻ പറഞ്ഞല്ലോ. ആരൊക്കെ? ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, മാലിക് ഇമാമ്, ഹംബലി ഇമാമ്. മറക്കരുത് കേട്ടോ. അത് എഴുതാം. എടാ, ഇവിടുത്തെ ഒരു പുതിയ സാധനം അർത്ഥം എഴുതാൻ. അതാ അല്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അല്ലേ, അർത്ഥം എഴുതാൻ. അപ്പോൾ അർത്ഥം എഴുതാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അർത്ഥം എഴുതാൻ വരുമ്പോഴേ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാ അർത്ഥം എഴുതാൻ വന്നു കഴിഞ്ഞാൽ എവിടെ ഷിർക്കാണ് നമുക്ക് വേണ്ടത്. ഷിർക്ക് എവിടെ ഷിർക്ക്? എത്തി അർത്ഥം എഴുതാൻ വരുമ്പോൾ ഇത് പഠിക്കാം. ദാത്ത് ഈ ബ്രാക്കറ്റിലിട്ട് പഠിക്കണം കേട്ടോ. ദാത്ത് അതിൻ്റെ അർത്ഥമാണ് സത്ത. ദാത്തിൻ്റെ അർത്ഥമാണ് സത്ത. സിഫാത്ത് അതിൻ്റെ അർത്ഥമാണ് വിശേഷണങ്ങൾ. ഓക്കെ, ദാത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? സത്ത. സിഫാത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? വിശേഷണങ്ങൾ. അഫ്ആൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അഫ്ആൽ എന്നതിൻ്റെ അർത്ഥം ആണ് പ്രവർത്തനങ്ങൾ. അഫ്ആലിൻ്റെ അർത്ഥമാണ് പ്രവർത്തനങ്ങൾ. തൗഹീദ് എന്നതിൻ്റെ അർത്ഥമാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം. ഷിർക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബഹുദൈവ വിശ്വാസം. അപ്പം എന്തൊക്കെ അർത്ഥങ്ങൾ പഠിക്കാണ്ട് ഇപ്പം തന്നെ പഠിക്കാം. ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ, അഫ്ആൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ, അല്ലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. അപ്പം ഇനി ചോദ്യത്തേക്ക് വരാം. എവിടെ ചോദ്യം? ചോദ്യം എവിടെ? അതാ ഷിർക്ക് പറയും. ബഹുദൈവ വിശ്വാസം. ഓക്കെ, സെറ്റല്ലേ? തൗഹീദ് ഏക ദൈവ വിശ്വാസം. അതായത് നമ്മൾ ഒരാളാണെന്ന് വിശ്വസിക്കുക, ഒരള്ളാഹുള്ളതെന്ന് വിശ്വസിക്കുക. ഇബാദത്ത് എന്താ പറഞ്ഞിട്ടില്ല അല്ലേ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന അല്ലേ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. ഇനി ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത അല്ലേ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത. ഇതുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെ പേര് ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ഉം 6ഉം 7ഉം 8ഉം ഈ ഒരു 4 ആൾക്കാരെ പഠിക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ള് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ ഉസ്താദ് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഫുള്ള് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ മാത്രം കേട്ടോ ഉസ്താദ് റെക്കമെൻഡ് ചെയ്യുക ഫുള്ള് പഠിക്കാനാണ്. ഇനി ഫുള്ള് പഠിക്കാൻ ആർക്കെങ്കിലും എനി ഡിഫിക്കൽട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെങ്കിലും പഠിച്ചു പോകണം. എങ്ങനെ? ഈ ഉപ്പാൻ്റെ പേരെങ്കിലും നമുക്ക് കിട്ടണം. അബൂബക്കർ ബിൻ ഡാഷ് അബി ഖുഹാഫ, ഉസ്മാൻ ബിൻ ഡാഷ് അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അങ്ങനെ ആ ഒരു ഉപ്പാൻ്റെ പേരെങ്കിലും നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ 4 ആൾക്കാർ നമ്മൾ ഓൾറെഡി ഖുലഫാ റാഷിദീങ്ങളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സഈദ് പറയുക. സഅദ് എന്ന് പഠിക്കുക, എന്നിട്ട് സഈദ് കണ്ടോ? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ അബി വക്കാസ്, സഈദ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഅത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലേ? അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഇതാ ഇവിടെയും എഴുതിയും കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ എഴുതി കൊടുക്കാം. പിന്നെ മക്കളെ നമ്മുടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ് പരിശീലന കോഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, സെറ്റല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി നോക്കി നമ്മൾ അഖീദയിലേക്ക് പോവാം. ഇനി ഏകദേശം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തല്ലോ. 2021-22 ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. നോക്കൂ,
ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് എന്താണ്? അപകടകരമാണ്. അല്ലേ? അത് അപകടകരമാണ്, അത് ശരിയല്ല. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗം ഉണ്ടോ? ഇത് വീണ്ടും വന്നുകൊള്ളു. ഏതാ? സുന്നത്ത് ജമാഅത്ത്. അല്ലേ? നബി തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം ആരുണ്ടായിരുന്നു? സ്വഹാബികൾ. അല്ലേ? മഹാത്മാക്കൾക്ക് നാം പറയുന്നത് എന്താണ്? ഔലിയ. അല്ലേ? അത് മുമ്പത്തെ പേപ്പർ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു പോകുന്നുണ്ടോ? നബി തങ്ങളുടെ ഏറ്റവും വലിയ മുജ്ജത്ത് എന്താ? പരിശുദ്ധ ഖുർആൻ. അല്ലേ? നബി തങ്ങളുടെ ഏറ്റവും വലിയ മുജ്ജത്ത് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും വലിയ മുജ്ജത്ത് പരിശുദ്ധ ഖുർആനാട്ടോ. ഇനി കയ്യിൽ നിന്ന് വെള്ളം വരലോ അല്ലെങ്കിൽ ചന്ദ്ര പിളർത്തലൊന്നുമല്ല. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയത് ആരാ? ഈസാ നബി. അല്ലേ? മറക്കരുത്. ഇനി അടുത്തേ പൂർത്തിയാക്കാം. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരവും എന്തുണ്ടാവും? കറാമത്തുകൾ ഉണ്ടാകും. ജീവിതകാലത്തെന്ന പോലെ അവർ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് കറാമത്ത് മരണാന്തരവും ഉണ്ടാവും. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരവും കറാമത്തുകളും ഉണ്ടാവും. അതെന്തെല്ലാം കാര്യങ്ങൾ നോക്കി പോകണം കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരവും കറാമത്തുകളും ഉണ്ടാവും കേട്ടോ. ഈ വരെ നോക്കി പോണേ. ഇങ്ങക്ക് ഈ സെക്ഷനിൽ ഏറ്റവും പേടിയുള്ളത് എന്താ? 2 വിധ എഴുതലാണോ, പൂർത്തിയാക്കലാണോ, ഉത്തരം പറയലാണോ, ചേരുംപടിയാണോ? എനിക്ക് ഏറ്റവും ടഫ് ഉള്ളത് ഏതാ, ഏറ്റവും ഈസി ഉള്ളത് ഏതാ ഒന്ന് പറയോ? എനിക്ക് ഏറ്റവും ടഫുള്ള പൂർത്തിയാക്കലും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചേരുംപടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ജസ്റ്റ് പറയട്ടോ, കാണാനാണ്. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരം എന്തുണ്ടാവും? കറാമത്തുകളുണ്ടാവും. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാ? നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തിട്ടോ, മറക്കരുതേ. ഖുലഫാ റാഷിദൂൻ. മറന്നിട്ടില്ലല്ലോ? ഖുലഫാ റാഷിദൂൻ. ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടാവില്ല. ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയമോ ദുഃഖമോ ഉണ്ടാവില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ? അതിൻ്റെ അർത്ഥമുണ്ട്, ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഈ സാധനത്തിൻ്റെ അർത്ഥമാണ് അതിൻ്റെ നേരെ മുകളിൽ. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാവുകയില്ല. ഓക്കെ. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഹദീസ് പഠിക്കണം കേട്ടോ, ആ ഖുർആനായത്ത് പഠിക്കണം. ഇന്ന ശിർക ലളുൽമുൻ അലീം. വഇൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ. മുമ്പ് പഠിച്ചു. അൻ യുജ്രീക മുമ്പ് പഠിച്ചാണ്, അതുകൊണ്ടാണ് ഉസ്താദ് പറയാതെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 2 ആൾക്കാരെ എഴുതാം. അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ 2 ആൾക്കാരെ എഴുതാം. 33 ഈദുകളുടെ ചില അടയാളങ്ങൾ. അല്ലേ? മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. ജുമയിലെ 1-ാം ഭാഗം അനാചാരമാക്കുക, തറാവീഹ് 2 റക്അത്ത് അനാചാരമാക്കുക, സുബഹിലെ ഖുനൂത്ത് പറ്റില്ലെന്ന് പറയാം, ഖുർആനും സുന്നത്തും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുക, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് വിശദീകരിച്ച ഇമാമകൾ ആരൊക്കെ? ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ഹനഫി, ഇമാം ഹംബലി ഇമാം. ആരെങ്കിലും എഴുതാം. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് വിശദീകരിച്ചത് ആരൊക്കെ? ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ്, ഇമാം അബു മൻസൂരിനിൽ മാതുരിദി റഹിമഹുല്ലാഹ്. ഉത്തരം എഴുതാം. സ്വഹാബത്തിന്റെ വിശേഷണമായി നബി തങ്ങൾ പറഞ്ഞത് എന്ത്? ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ടോ, ബാക്കിയുള്ളതൊക്കെ പഴയതിൽ നമ്മൾ ചർച്ച ചെയ്താ. ഇതാ ഒരു പുതിയ ക്വസ്റ്റ്യൻ നോക്കല്ലേ. സ്വഹാബികളെ പറ്റിയിട്ട് മുത്തുനബി തങ്ങൾ എന്താണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ഓക്കെല്ലേ? എന്താണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്? ഇതാ, എൻ്റെ സ്വഹാബികൾ നക്ഷത്രതുല്യരാണ്. എൻ്റെ സ്വഹാബികൾ, നിങ്ങൾ മാനത്തേക്ക് നോക്കൂ, മാനത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രതുല്യരാണ് എൻ്റെ മുത്തു സ്വഹാബികൾ. അവരെല്ലാവരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെറ്റല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ സ്വഹാബികൾ നക്ഷത്രതുല്യരാണ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ? വേണ്ട, നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത മക്കളുടെ റിസൾട്ടുകളാണിത്. നോക്കൂ നിങ്ങൾ, ഇതിനു മുമ്പ് നമ്മൾ ക്രാഷ് കോഴ്സിൽ എല്ലാവർക്കും അധികം ആളുകൾക്ക് ++ ആയിരുന്നു നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്താൽ കിട്ടിയ റിസൾട്ടുകൾ. അതുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റും, നമ്മുടെ ക്രാഷ് കോഴ്സ് ട്രസ്റ്റബിളാണ്. നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരം ഉണ്ടാവും. ഞാനത് ഇതിനിടയ്ക്ക് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി ഇവിടേക്ക് വരും. മുജ്ജത്തുകൾ മരണാന്തരം നിലനിൽക്കുന്നതാണ്. ആരുടെ മുജ്ജത്തുകൾ മരണാന്തരം നിൽക്കുക? അപ്പോൾ അത് കിട്ടണമെങ്കിൽ മുജ്ജത്ത് ആരുതാന്ന് അറിയണം. ഞാൻ പറഞ്ഞോളൂ, കറാമത്ത് ഔലിയാക്കളുടെ, മുജ്ജത്ത് ആരുതാ? അമ്പിയാക്കളാണ്. അപ്പോൾ അമ്പിയാക്കളുടെ മുജ്ജത്ത് മരണാന്തരവും നിലനിൽക്കുന്നതാണ്. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറാമത്ത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ഔലിയ കറാമത്ത് മുജ്ജത്തിന്റെ നിർവചനം നമ്മൾ പറഞ്ഞില്ലല്ലോ. പറയാം അല്ലേ? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയാം അല്ലേ. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയും അല്ലേ. ഇതവിടെ ഇതാ ഇതാ എവിടെ എവിടെ എന്താ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ കറാമത്ത് എന്ന് പറയും. മുജ്സത്തോ, മുജ്സത്ത് എന്ന് പറയാൻ എന്താ മുജ്സത്ത്, മുജ്സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. പിന്നെ ഇത് നോക്കിക്കൊണ്ടിട്ടോ, എന്താണ് അമ്പിയ മുർസലുകൾ എന്ന് അള്ളാഹു സന്ദേശം ഞങ്ങൾ കൈമാറാൻ തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പിയ മുർസലുകൾ. ഇതാ മുജ്സത്ത് എന്ന് പറയാൻ എന്താ, അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുജ്സത്ത്. മുജ്സത്ത് എന്ന് പറയുമ്പോൾ അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുജ്സത്ത്. കറാമത്ത് എന്ന് പറയുമ്പോൾ ഔലിയാക്കൾക്ക് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. സുന്നത്ത് എന്താ, സുന്നത്ത് പിന്നെ മക്കളെ സുന്നത്ത് നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. നമ്മുടെ ഇജ്മാൻ്റെ ആ ഭാഗം തന്നെ, ആ ഖിയാസ് ഇജ്മാ അത് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ ഖിയാസാക്കാൻ ചിലപ്പോൾ നാളെ വരിക, അപ്പം അല്ലെങ്കിൽ ഇജ്മാ ആകണം അല്ലെങ്കിൽ സുന്നത്താക്കണം. അപ്പോൾ ആ ഭാഗം പഠിച്ചു വെക്കുക, നബി നമ്മുടെ വാക്ക്, പ്രവൃത്തിയ കാര്യങ്ങളൊക്കെ. കൊല്ലും ഫീ ഫലക്കി അസ്ബഹൂൻ, അതിൻ്റെ അർത്ഥം എന്താ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളെ സത്യം പറയാലോ, ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം അഖീദയിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഉസ്താദ് വിചാരിക്കണത്. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ഒന്നല്ല മക്കളല്ലേ കമൻറ്റൊക്കെ ചെയ്യണേ. എങ്ങനെയുണ്ട് ക്ലാസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉസ്താദ് വരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോളൂ അല്ലേ. ഇപ്പം നീലമഷി ചുവപ്പ് മഷി ആക്കണം എന്ന് പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ലിസാനൊക്കെ വരാനുണ്ട്. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചളി. എന്തിനാ ലിസാനൊക്കെ വരുന്ന സമയത്ത്, ടിപ്സും ട്രിക്സൊക്കെ വരുന്ന സമയത്ത്, പഠിക്കാൻ സുഖമുള്ള സമയത്ത് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ നിങ്ങൾ പൊന്ന് ചങ്കുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ സെറ്റാക്കി എന്തായാലും നാളത്തെ പരീക്ഷ പവർഫുള്ളാക്കി. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കൊക്കെ നമ്മളെ കമൻറ്റിൽ എഴുതി വിട്ടിട്ടോ. ഞാൻ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. എൻ്റെ പൊന്നുമകൾ കമൻറ്റ് ചെയ്തിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തതൊക്കെ കണ്ടു. ശബ്ദം ഉസ്താദ് പോരാ, ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടല്ലോ ഉസ്താദ് എന്നൊക്കെ കേട്ടു. ഇൻഷാ അല്ലാഹ് അതാണ് ഉസ്താദ് നല്ല ആക്റ്റീവ് വന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ്. ഓക്കെ, ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഡോണ്ട് ഫോർഗെറ്റ് ടു subscribe our channel. Okay, we can see again. Assalamu alaikum warahmatullahi wabarakatuh.